അല്ലിൻ്റെ ഡ്രൈവറെ പൊളിച്ചടുക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ കാര്യസ്ഥനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ അരിയും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കേണൽ സാറിന് അറിയാമോ എന്ന്. ഇതേ സമയം ഇല്ല എന്ന് അവർ പറയുമ്പോൾ അച്ഛനറിയാതെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അലീന എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അച്ഛനോട് പറയുമെന്നും തുടർന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സഹകരിച്ച് എപ്പോൾ 6:30 എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെ അവർക്ക് 2 പേർക്കുള്ള ഡോസ് കൊടുത്തതിന് ശേഷം അലീന വീടും പരിസരവുമെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ചുറ്റി നടന്ന് കാണുമ്പോഴാണ് വീടിൻ്റെ ചുറ്റും നിറയെ കാടും ഒക്കെ അലീനയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വൃത്തിയാക്കിക്കണമെന്നൊരു തോന്നൽ അലീനയുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അലീനയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം സമയമാകുമ്പോൾ, സന്ദർഭമാകുമ്പോൾ കൃത്യസമയം തന്നെ അതെടുത്ത് ഉപയോഗിക്കണം. അച്ഛൻ്റെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങി എല്ലാ ജോലിയും ചെയ്യണം എന്നുള്ളൊരു ചിന്ത അലീനയ്ക്കുള്ളത് കൊണ്ടാണ് അലീന ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, നോക്കുന്നത് എന്ന് കാണാം. ഒടുവിൽ നമ്മുടെ ഡ്രൈവറെ കണ്ടുമുട്ടുകയാണ് നടന്ന്. അപ്പോൾ ഡ്രൈവറാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, അല്ല കുഞ്ഞെ, എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. മുറിയിലിരുന്നാൽ പോരെ, സമയമാവുന്നേ ഉള്ളൂ എല്ലാവരും എഴുന്നേൽക്കാനായിട്ട് എന്ന് പറയുമ്പോൾ, അതെനിക്ക് മനസ്സിലായി ജ്യേഷ്ഠ, ഞാനിപ്പോൾ മനസ്സിലാക്കിയെല്ലാം വരുന്നതേയുള്ളൂ എന്ന് പറയുന്നു. കൂടാതെ കുഞ്ഞെ എന്ന് എന്നെ വിളിക്കേണ്ട ആവശ്യകതയില്ല എന്നും അലീന ചേർത്ത് വയ്ക്കുകയാണ്. എൻ്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അതേസമയം അലീന എന്ന് വിളിച്ചാൽ മതി എന്ന് കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടെന്ന് അലീന മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്നോട് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഇല്ല എന്ന് പറയുമ്പോൾ ആ പറച്ചിലിൽ ഒരു തൃപ്തി പോരല്ലോ എന്ന് അലീന ചോദിക്കുകയും തുടർന്ന് ചേട്ടൻ അറിയേണ്ടത് എന്താണ്, എന്നെപ്പറ്റി പറഞ്ഞോളൂ എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ അലീനയോട് അതായത് ഡ്രൈവർ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഒടുവിൽ നമ്മുടെ അലീനയാണെങ്കിൽ താൻ അനാഥാലയത്തിലായിരുന്നു ചെറുപ്പം മുതലെന്നും ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രമാണ് പാലായിൽ കോട്ടയത്ത് എത്തിയതെന്നും അവിടെ തൻ്റെ അച്ഛനുണ്ടായിരുന്നെന്നും അവിടെ വെച്ചാണ് തനിക്ക് ഈ അച്ഛനെ ലഭിച്ചതെന്നും പറയുന്നു. തുടർന്ന് ആ അച്ഛൻ തന്നെ പപ്പയുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുകയുമായിരുന്നു എന്ന് പറയുകയാണ്. ഇപ്പോൾ ചേട്ടൻ്റെ സംശയമൊക്കെ തീർന്നോ എന്ന് ചോദിക്കുകയാണ് അലീന. ഇതേസമയം മനസ്സിലായി എന്ന് പറയുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അലീനയെ പറ്റി അറിയാനുണ്ട്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്റ്റാൻലി ജോസഫിൻ്റെ, അതായത് ഇത്രയും സമ്പാദ്യമൊക്കെ ഉള്ള ഒരാളുടെ മകൾ ഇങ്ങനെ അനാഥാലയത്തിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അതവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ അലീനയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി നടക്കുകയാണ്, ഓരോ സന്ദർഭങ്ങൾ ഒത്തുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആരൊക്കെ എങ്ങനെയൊക്കെ തൻ്റെ പപ്പയെ പറ്റിക്കുന്നുണ്ടെന്ന് അലീന അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിലൊടുവിൽ അലീനയ്ക്ക് കൃത്യമായ കണക്ക് വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ അലീന ആ കണക്ക് വിവരങ്ങളൊക്കെ ആയിട്ട് മെല്ലെ നമ്മുടെ കേണൽ സാബിൻ്റെ അടുത്തേക്ക്, അലീനയുടെ പപ്പയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ ഡ്രൈവറും അടുക്കളയിലെ കുക്കും കൂടി ചേർന്ന് പറയുന്നുണ്ട്, ആ കുട്ടി അനാഥാലയത്തിലൊക്കെ കിടന്നു എന്ന് പറയുന്നുണ്ട്.
അനാഥാലയത്തിലായിരുന്നു താമസമെന്നും പറയുന്നുണ്ട്. അത് സത്യമാണോ എന്ന് അറിഞ്ഞേ മതിയാവുകയുള്ളൂ. കൂടാതെ ഇത്രയും വലിയ കോടീശ്വരൻ്റെ മകൾ അങ്ങനെ അനാഥാലയത്തിൽ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ടെന്നും പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടിച്ചായനെ ഒന്ന് വിളിക്കാമെന്ന് കൂടി പറയുമ്പോൾ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ സ്റ്റാലിയുടെ അപ്പനെ വിളിക്കുകയാണ് എന്നും കാണാൻ സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഒടുവിൽ സ്റ്റാലിയുടെ അപ്പനെ വിളിച്ച് വിവരം പറയുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നുണ്ട്. അലീന ഓരോരുത്തരെയായിട്ട് പൊളിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തായാലും സ്റ്റാലിൻ്റെ ഭവനം അലീന തൻ്റെ ഭവനമായി കാണുകയും കൂടാതെ തന്നെ അവിടെ കുറേ തീരുമാനങ്ങൾ, കുറേ വ്യവസ്ഥകൾ വരുത്തുകയും കുറേ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമെന്നത് തീർച്ച തന്നെയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ തിരികെ കടപ്പാട്ടൂർ വീട്ടിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൃഷ്ണയും ബബിതയും ഒക്കെ വളരെയധികം സങ്കടത്തിലാണ്. അലീന പോയതിൻ്റെയാണ് ഒന്നാമത്തെ സങ്കടം. രണ്ടാമത്തെ സങ്കടമെന്ന് പറയുന്നത് നമ്മുടെ അലീന അവിടെ ഒറ്റയ്ക്കാണ്, ചേച്ചി ആണുങ്ങൾ മാത്രമുള്ളൊരു വീട്ടിലാണ് എന്നുള്ളതാണ്. ഇതേസമയം ബാലചന്ദ്രനോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ ബാലചന്ദ്രൻ കുട്ടികൾക്ക് കൃത്യമായ മറുപടിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ കൃഷ്ണയ്ക്കും ബബിതയ്ക്കും ആ മറുപടി കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാകുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ചേച്ചി അവിടെ മെയിനാണോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അതെ, ചേച്ചിയാണ്, അതായത് അലീനയാണ് അവിടെ മെയിൻ എന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അലീന സ്റ്റാലിനോട് താൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സ്റ്റാലിനോട് പറയാനായിട്ട് തുടങ്ങുകയാണെന്നും കൂടാതെ പപ്പയറിയാതെ ഒരുപാട് തിരിമറികളും ചതികളും പപ്പയ്ക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്നും പറയാനൊരുങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.